ലക്ഷ്യം പിണറായിയോ എന്നതായിരുന്നു ചോദ്യം. ലക്ഷ്യം പിണറായിയെ തന്നെയാണ്. ലക്ഷ്യം വയ്ക്കുന്നത് ഇടത് സർക്കാരിന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായിയുടെ രക്തവും ഇടത് സർക്കാരിൻ്റെ മാംസവും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം തിരക്കഥ നമ്മളിപ്പോൾ കാണുന്നത്. സാധാരണ നമ്മൾ ലൂസിഫറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് എമ്പുരാൻ എന്ന് പറയുമെങ്കിൽ സ്വർണ്ണക്കടത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നിലവിൽ ഈ മാസപ്പടി വിവാദം വിത്തിൻ ഇൻവേർട്ടഡ് കോമ. ഞാൻ ആ വാക്കിനോട് വ്യക്തിപരമായി യോജിക്കാത്ത ഒരാളാണ്. കാരണം അതൊരു മീഡിയ ഉപയോഗിച്ചൊരു വാക്കാണ്. അത് എത്രത്തോളം നിലനിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ വാക്ക് തന്നെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തിയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയം. രണ്ട്, ഈ വിഷയത്തിലെ നിയമപരമായ ഒരു കുരുക്കിൽ ഇപ്പോൾ SFIO തന്നെ ചെന്നുപെട്ടിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് BJPയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ED ഉപയോഗിച്ച് നടക്കുന്ന തിരക്കഥയ്ക്ക് SFIO സംവിധാനമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തിരക്കഥയും സംവിധാനവും ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിനുള്ള ഒരു വലിയ ചൂണ്ട കൂടിയാണ് എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷം കൊത്തുമോ എന്നതാണ് ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. പ്രതിപക്ഷം ഇപ്പോൾ ഒരകലം പാലിച്ചിട്ടുണ്ട്, ആരോഗ്യകരമായ അകലം പാലിച്ചിട്ടുണ്ട്. കെ സുധാകരൻ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കേണ്ട. എമ്പുരാനെക്കുറിച്ചും കെ സുധാകരൻ മറ്റെന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഒരു അകലം പാലിക്കുന്നതിൻ്റെ കാരണം ഇത് സ്വർണ്ണക്കടത്ത് പോലെ ബൂമറാങ് ആകുമോ, ഡോളർ കടത്ത് പോലെ ബൂമറാങ് ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിരിയാണി ചെമ്പും ഖുറാനിലെ സ്വർണ്ണക്കടത്തും ഇതെല്ലാം ചർച്ച ചെയ്ത് അവസാനം ലൈഫ് മിഷൻ വരെ എത്തി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം തിരിച്ചടിയായി ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാൾ മികച്ച പെർഫോമൻസോടുകൂടി രണ്ടാം പിണറായി സർക്കാർ വരുന്നത് ഒരു പാഠമായി പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ തിരക്കഥ അതേപടി ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്താണോ തെലങ്കാനയിൽ കണ്ടത്, എന്താണോ ഡൽഹിയിൽ കണ്ടത്, സമാനമായ സാഹചര്യത്തിൽ BJPക്ക് വളമൊരുക്കുന്നതായിരിക്കും. കാരണം പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടെന്നേ. നിലവിൽ നമ്മുടെ രാജ്യത്ത് 50 മണിക്കൂർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. ഏത് വിഷയത്തിലാണ്? നാഷണൽ ഹെറാൾഡ് കേസിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ 781 കോടി രൂപ ED അറ്റാച്ച് ചെയ്തൊരു കേസിൽ 90 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായ 80 മണിക്കൂർ ED ഓഫീസിൽ ഇരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. നാളെ ഈ വിഷയങ്ങളെല്ലാം മുൻപിൽ വരും. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതേ വിഷയം കേരളത്തിന് പുറത്ത് ED ഒരു കേന്ദ്ര ഏജൻസിയായി മാറുന്നു. ആ കേന്ദ്ര ഏജൻസി ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് ED ഉപയോഗിക്കുന്നു എന്നതായി മാറുകയും കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് സൈറ്റഡായി അഥവാ ഹ്രസ്വദൃഷ്ടിയിൽ അധികാരം എന്നൊരൊറ്റ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് EDയെ ഈ കേസ് ന്യായമായി അന്വേഷിക്കുന്ന ഏജൻസിയായി കോൺഗ്രസിന് കണക്കാക്കാൻ കഴിയില്ല. അത് കോൺഗ്രസിന് തന്നെ ഒരു വലിയ ബൂമറാങ്ങായി മാറും എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഈ തിരക്കഥയും ഈ ചൂണ്ടയും യഥാർത്ഥത്തിൽ വെച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം അതിൽ കൊത്തിയാൽ പ്രതിപക്ഷത്തിന് അതിലൊരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന് പുറത്ത് ED എന്നുള്ളത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവുകയും കേരളത്തിന് പുറത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇനിയും മറുപടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തെ അടക്കം മുൻനിർത്തിക്കൊണ്ട് അന്നെടുത്ത നിലപാടുകൾ കോൺഗ്രസിന് തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഓർമ്മിക്കണം, അന്ന് രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് CPM എടുത്തിരുന്ന നിലപാട് രാഹുൽ ഗാന്ധി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതല്ല, EDയെ പൊളിറ്റിക്കലായി വേട്ടയാടുന്നു എന്നുള്ളതും അവർ പ്രോസസ്സിനെ തന്നെ പണിഷ്മെൻ്റാക്കി മാറ്റുകയാണ് ED എന്ന രാഷ്ട്രീയ നിലപാടെടുത്ത പാർട്ടിയാണ് CPM. എന്നാൽ ആ വിഷയത്തിൽ ആ മാന്യത തിരിച്ച് CPMനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് കാട്ടുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത് ഒരവസരം നോക്കി ഈ ഒരു മുതലെടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. ഇനി ഞാൻ ഈ കേസിലെ മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് കൂടി പറയാം. എന്താണ് ഈ കേസിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ലീഗൽ ആംഗിൾ എന്ന് പറയുന്നത്? എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്ന് ഡൽഹി കോടതിയിൽ വളരെ ശക്തമേറിയ വാദപ്രതിവാദങ്ങൾ നടന്നു. കപിൽ സിബലും രാജുവും സോളിസിറ്റർ ജനറലും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എനിക്കൊന്ന് നമ്മളെല്ലാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിലും വേണ്ടത്ര സ്ട്രെസ് അതിന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ വിധിയുടെ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കേസ് ഇവിടെ എഴുതപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. SFIOയുടെ ഈ നീക്കം തുടക്കത്തിൽ തന്നെ പാളുന്നു. ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല തിരക്കഥയായിരുന്നു സ്വർണ്ണക്കടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്തിൻ്റെ അത്ര പോലും നിലനിൽക്കാത്ത ദുർബലമായ തിരക്കഥയുമായിട്ടാണ് ഈ രണ്ടാമത്തെ സീക്വൻസ്, രണ്ടാമത്തെ രംഗം ED എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 2/9/2024 കഴിഞ്ഞ 2024 9-ാം മാസത്തിൽ 2-ാം തീയതി അന്ന് ജസ്റ്റിസ് ആയിരുന്ന സുബ്രഹ്മണ്യ പ്രസാദ് എന്ന് പറയുന്ന അന്നത്തെ ജസ്റ്റിസിനോട്, അന്നത്തെ ജഡ്ജിയോട് SFIO ഒരു വാക്ക് കൊടുത്തിരുന്നു. എന്തായിരുന്നു വാക്ക്? SFIOയോട് ഈ ജഡ്ജി തന്നെ പിന്നീട് ഒരു ഓറൽ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഓറൽ ഡയറക്ഷൻ ഇതായിരുന്നു:
ഈ കേസിൽ അന്തിമമായി വിധി വരുന്നതുവരെ, അതായത് CMR-ലും SFIOയുമായി ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ അന്തിമവിധി വരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരന്വേഷണത്തിൻ്റെയും റിപ്പോർട്ട് ഒരു കോടതിയിലും സമർപ്പിക്കില്ല എന്നുള്ളതായിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർക്ക് കുറ്റപത്രം റിപ്പോർട്ട് എന്നാണ് പറയുക. റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നുള്ളതായിരുന്നു SFIക്ക് കൊടുത്ത, അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളതായിരുന്നു SFIക്ക് ഡൽഹി ഹൈക്കോടതി കൊടുത്ത വാക്കാലുള്ള നിർദ്ദേശം. കൊടുത്തത് സുബ്രഹ്മണ്യ പ്രസാദ് എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജിയാണ്. ഇത് ഇന്ന് കപിൽ സിബൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് അറ്റോർണി ജനറലിന്റെ നിലപാടെന്താ? ഓർമ്മയില്ല എന്നുള്ളതാണ്, കേട്ടിട്ടില്ല, അറിയില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഈ കേസ് ബെഞ്ച് മാറുന്നത്. ബെഞ്ച് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയ സുബ്രഹ്മണ്യ പ്രസാദിന്റെ കോർട്ടിലേക്ക് പോയിരിക്കുക. ആ സുബ്രഹ്മണ്യ പ്രസാദ് പഴയ ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് പോയിരിക്കുക. ഇന്ന് അദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ജഡ്ജിലേക്ക് പോകുമ്പോൾ ഈ കേസ് വളരെ അതിന്റെ ആന്റി ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 22-ാം തീയതി ഈ കേസ് വാദം കേട്ട് തുടങ്ങുമ്പോൾ അന്ന് SFIക്ക് കൊടുത്ത ഓറൽ ഡയറക്ഷനെ ധിക്കരിച്ചുകൊണ്ട് 2025 മാർച്ച് മാസം 29-ാം തീയതി കുറ്റപത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അതിനുശേഷം ഒരുങ്ങുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ കുറ്റപത്രം കൊടുത്തു എന്ന വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഡൽഹി ഹൈക്കോടതിയുടെ ഓറൽ ഡയറക്ഷനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് SFI നടത്തിയിരിക്കുന്നത്. ഇതാണ് ഇനി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഇത് ഈ വരുന്ന 22-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരും. അവിടെ താങ്കൾ പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്നറിയാം. നിങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. അതായത് SFIക്ക് എന്താണ് SFIയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്? ഞാൻ അതിനൊക്കെ വരുന്നത് ഞാൻ ഈ വരുന്നത് ഇത് എങ്ങനെ ധിക്കരിക്കാൻ തോന്നി എന്നുള്ളതാണ്. ഇന്നത്തെ കേസിൽ ഏറ്റവും നിർണായകമായ ഡൽഹി ഹൈക്കോടതി ഒരു ഓറൽ ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. CMR-ൽ മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷികളിൽ അത് 4ാമത്തെ റെസ്പോണ്ടൻ്റാണ് വീണ വിജയൻ്റെ എക്സാലോജിക്ക്. ആ 4ാമത്തെ റെസ്പോണ്ടൻ്റായ വീണ വിജയനെതിരെയും ഈ പറയുന്ന ഈ കേസ് അന്തിമ തീരുമാനമാകുന്നത് വരെ ഒരു റിപ്പോർട്ട് ഒരു കോടതിയിലും സമർപ്പിക്കാൻ പാടില്ലെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കൊച്ചി എക്കണോമിക് ഒഫൻസ് കോടതിയിൽ SFI റിപ്പോർട്ട് കൊടുത്തത്? എന്താണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയത്? എന്താണത് വലിയ വാർത്തയായി മാറിയത്? ആ വാർത്തയുടെ ചുവട് പിടിച്ച് ED വരുന്നു എന്ന വാർത്ത ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ED അതിൽ വന്നേക്കാൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വാർത്ത പോലെ. കാരണം ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിൽ ഒരു റിപ്പോർട്ട് SFI കൊടുത്താൽ ആ റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ EDക്ക് വരാനുള്ള എല്ലാ പഴുതുമുണ്ടാകുന്നു എന്നുള്ളതാണ്. CBIയും വരണം എന്നുള്ളതാണ്. എല്ലാം വരണം. ഇനി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരണം. SFIയുടെ റിപ്പോർട്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് EDക്കും CBIക്കും ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. അപ്പൊ നിലവിൽ നോക്കൂ, കോടതിയാണോ ആവശ്യപ്പെട്ടത് രഹസ്യമാക്കി വെക്കണം? SFI അങ്ങോട്ട് പറയല്ലേ? അല്ലല്ല, SFI ഓറൽ ഡയറക്ഷൻ കൊടുത്തു എന്നാണ്. ഈ അന്തിമ വിധി വരുന്നത് വരെ കുറ്റപത്രം നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. 2/9/2024 ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജായ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ഓർഡറാണ്. ഞാൻ ആ ഓർഡർ വേണമെങ്കിൽ 2/9/2024 പറയുന്നത് ഇങ്ങനെയാണ്: ആഫ്റ്റർ hearing the parties at length and filing merit in the submission made by petitioner, this honorable court was pleased to pass an oral observation and directed respondent number 4 SFIO to continue its investigation but to file not to file any investigation report under section 212. അല്ല, അത് ഇതിങ്ങനെ പറയേണ്ട കാര്യം തന്നെയല്ല. കാരണം അതറിയോ, ഏതെങ്കിലും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയും ആ കേസിൽ തീരുമാനമാകാതെ കൊടുക്കില്ല. അതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. അതായത് ഇവിടെ നോക്കൂ, രാജ്യത്തെ ഒരു ഹൈക്കോടതി ജഡ്ജി കൊടുത്ത ഒരു ഓറൽ ഡയറക്ഷനെ മറികടക്കേണ്ട രാഷ്ട്രീയ സമ്മർദ്ദം എന്തായിരുന്നു SFIക്ക്? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു. എന്താ കാരണം? ഒന്ന്, രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള എൻട്രി ഒരു റോയൽ എൻട്രി ആക്കണം. അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരക്കഥയിലുണ്ടായിരുന്നു. ഒന്ന്, മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തിൽ നമ്മൾ കണ്ടതല്ലേ, മുനമ്പത്ത് 50 പേരെ ചേർത്ത രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവ്. നമ്പർ 1, അത് ഈ രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കുന്ന ഒരു റോയൽ എൻട്രി ആയിരുന്നു. കേരളത്തിലെ BJP പൊളിറ്റിക്സിൽ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ നീക്കങ്ങൾ തുടങ്ങാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായിരുന്നു. രണ്ടാമത്തേതാണ്, ഈ വിഷയത്തിൽ കേരളത്തെ ആകെ പിടിച്ചുകുലക്കുന്ന SFI അന്വേഷണം എന്ന് പറയുന്ന ഒരു വാർത്താ തലക്കെട്ട് ആവശ്യമായിരുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു, അതും ഹൈക്കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ടേക്ക്. ഇത് നിർണായകമാണെന്നേ. ഇതത്ര ലളിതമായൊരു കാര്യമേ അല്ല. നമ്മുടെ രാജ്യത്ത് എങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇനി 22-ാം തീയതി വരുമ്പോൾ ഇന്നിപ്പോൾ ഇതേപോലെ സോളിസിറ്റർ ജനറൽ അവിടെ കൈയും കെട്ടി നിൽക്കേണ്ടി വരില്ലേ?
എന്ത് മറുപടിയാണ് SFI കൊടുക്കുക? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ സോളിസിറ്റർ ജനറൽ കൊടുത്തേനെ. കാര്യം ഈ ചോദ്യം സ്വാഭാവികമായി അവിടെ ഉന്നയിക്കുമല്ലോ. പ്രധാനപ്പെട്ട സബ്മിഷനായിരുന്നു കപിൽ സിബലിൻ്റെ. അപ്പോൾ ഇന്ന് സോളിസിറ്റർ ജനറൽ ഉത്തരം കിട്ടാതെ പോയതുപോലെ വരുന്ന ദിവസങ്ങളിലും SFIയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഈ ചോദ്യങ്ങൾ CMRLുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ ചോദിക്കുമ്പോൾ, കപിൽ സിബൽ ചോദിക്കുമ്പോൾ ഉത്തരം നൽകാൻ കഴിയുമോ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യ രംഗത്തിലുള്ളതുപോലെ ഭദ്രമായൊരു തിരക്കഥ രണ്ടാം രംഗത്തിലും വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ വരാൻ കേട്ടോ, ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്ത് പോകുന്നേ ഉള്ളൂ. അതായത് ഈ കൊച്ചി ഹൈക്കോടതിയിലേക്ക് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും കൊച്ചി ഹൈക്കോടതി തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ SFIനകത്തൊരു നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യത ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടും ഒരു ഓറലായ ഓർഡർ തന്നിട്ടും നിങ്ങളൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ലെറ്റ് കൊച്ചി കോർട്ട് ടേക്ക് എ ഡിസിഷൻ എന്നുള്ള പൊസിഷൻ എടുക്കാം. ഈ വിധി കഴിയുന്നത് വരെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ ഹൈക്കോടതി എടുത്തിരിക്കുന്ന അത് ഡോക്യുമെന്റഡ് അല്ല, അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിനെ ഇന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല? അറ്റോർണി ജനറൽ ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെന്നോ ഇല്ലെന്നോ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ ബെഞ്ചിലേക്കാണ് പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിനൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. അതെന്തുകൊണ്ടാണ് BJP അധ്യക്ഷന്റെ വരവിനെ രാഷ്ട്രീയമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു വലിയ സന്നാഹമൊരുക്കലായിരുന്നു അത്. ഇനി ഈ കേസിലെ ഇന്നിപ്പോൾ സ്മൃതി പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കേണ്ടതുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് അത്. എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനൊരു കൃത്യമായ രാഷ്ട്രീയ വിശദീകരണം ഇന്ന് കിട്ടി. നമ്മൾ തന്നെ പലപ്പോഴും ചോദിച്ചു, എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ ചർച്ച വരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അതിൽ നിന്ന് മാറി നിൽക്കുകയും അദ്ദേഹം വ്യക്തിപരമായി ബിനീഷ് കോടിയേരി ആ കേസ് നേരിടട്ടെ എന്ന തീരുമാനമെടുത്തത്? അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പേര് ഒരു അന്വേഷണ ഏജൻസിയുടെയും റിപ്പോർട്ടിലില്ല. ഇന്ന് ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് PVയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്ലുവൻഷ്യലായ പൊളിറ്റിക്കൽ ലീഡറുടെ മകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇൻഫ്ലുവൻഷ്യലായ പൊളിറ്റിക്കൽ ലീഡറുടെ മകൾ പിണറായി വിജയൻ ആയതുകൊണ്ടും അത് പിണറായി വിജയൻ എന്നുള്ള പരാമർശം, വീണ വിജയൻ സൺ ഓഫ് എൻ ഇൻഫ്ലുവൻഷ്യൽ ഡോട്ടർ ഓഫ് എ ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ ലീഡർ എന്ന പരാമർശം വരുന്നത് കൊണ്ട് സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ പേര് വലിച്ചഴക്കപ്പെടുന്ന സാഹചര്യത്തിൽ പാർട്ടി പ്രതിരോധം തീർക്കുന്നു. ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ വിശദീകരണം. അതുകൊണ്ടുകൂടിയാണ് അതിൽ കൂടുതൽ ഇനി ആ വ്യക്തതയുടെ കാര്യമാണ്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ വ്യക്തത വരുത്തേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ 2.7 കോടി രൂപ, അതിൽ 1.72 കോടി രൂപ AMC ആയിട്ടും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആയിട്ടും ബാക്കിയുള്ള 77 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിൽ നിന്ന് ലോണായിട്ടും കൈപ്പറ്റിയ വിഷയത്തിൽ എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത്? ലോണായി ബന്ധപ്പെട്ട വിഷയത്തിൽ സേവനം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ലോണായി അവിടെ നിൽക്കുകയാണ്. അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ടൂ. ഞാൻ മനസ്സിലാക്കുന്നത് എംപവർ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിൽ ഇത് ലോണായി ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇനി EDയുടെ അന്വേഷണം വരാനുള്ള സാധ്യതയില്ല. ലോണായി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണായി കൊടുത്തത് തിരിച്ചടയ്ക്കുക എന്നതാണ്. അത് കമ്പനികൾ ബാലൻസ് ഷീറ്റിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ അത് കള്ളപ്പണമാകില്ല എന്നതാണ് എൻ്റെ നിലപാട്. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, എന്താ യഥാർത്ഥ സ്മൃതി ഇവിടെ സംഭവിച്ചത്? നമ്മൾ പലപ്പോഴും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുക്കില്ലേ? AMC ഈ സ്ഥാപനത്തിൽ തന്നെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഇല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കോടികളാണ് പല കമ്പനികൾക്കും. ആ കോടിക്കണക്കിന് ഇപ്പോൾ 1.5 വർഷമായിട്ട് പല നമ്മുടെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. പല ഉപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടില്ല. കേടുപാട് സംഭവിച്ചാൽ ഒരുപക്ഷെ 4, 5, 6 ഇരട്ടി ആകുമായിരുന്നത്. കേടുപാടുകൾ സംഭവിക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് പോലെയാണ്. നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ കഴിയുമോ? ആ കമ്പനി നമുക്ക് സർവീസ് തന്നില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് നിങ്ങൾ ഒരു TV വാങ്ങുകയാണെങ്കിൽ, ഒരു സ്മാർട്ട് TV വാങ്ങുകയാണെങ്കിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് പോലെയാ. രോഗം വന്നാൽ AMC രോഗം വന്നാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് ചികിത്സ കിട്ടാം. ഇനി രോഗം വന്നില്ലെങ്കിലോ നിങ്ങൾ കൊടുത്ത പണം അഴിമതി പണമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഇവിടെ ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങളൊരു സ്മാർട്ട് TV വാങ്ങുമ്പോൾ, നിങ്ങൾ ഒരു 60,000 രൂപയുടെ സ്മാർട്ട് TV വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ വാറണ്ടി AMC ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. AMC എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 10,000 രൂപ കൂടി അധികം കൊടുക്കണം. നിങ്ങൾ 5 or 6 വർഷം കഴിഞ്ഞ് AMCയുടെ പീരീഡ് കഴിഞ്ഞും നിങ്ങളുടെ TV നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവാം. ആ TV നന്നായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പണത്തെ ഇല്ലീഗൽ പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൊടുത്ത പണത്തിന് അവിടെ GST അടച്ചിരിക്കണം. നോക്കൂ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ആ പണം അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞു. ബാങ്ക് ട്രാൻസാക്ഷൻ വഴി പണം കൈമാറ്റം ചെയ്താൽ അത് ലീഗൽ പണമാവില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു പ്രതിഫലമായ ഒരു സേവനമോ ഗുഡോ നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നികുതി, 18% നികുതി GST അടച്ചതിൻ്റെ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ?
നിങ്ങളെ സംബന്ധിച്ച് സേവനം നിങ്ങൾ നൽകി കഴിഞ്ഞു എന്നതാണ് രേഖാമൂലം നിയമപ്രകാരം പറയുന്നത്. പിന്നീട് അത് എന്തിനു വിശദീകരിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും മക്കൾ അവർ ഓരോരോ കമ്പനിക്കും കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് ഞാൻ പറയാതെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നമ്മുടെ രാജ്യത്തെ തന്നെ BCCയുടെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നയാൾ എന്ത് സേവനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് കൊടുത്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതങ്ങനെ വിശദീകരിക്കാൻ നമ്മളാരും ആവശ്യപ്പെടുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? അത് GST അടച്ച് നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അതവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ AMCക്ക് ഒരു കരാർ കൊടുത്താൽ AMC കരാറിൻ്റെ പേരിൽ GST നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഇല്ലീഗൽ പേയ്മെൻ്റ് ആയിട്ടോ അത് കള്ളപ്പണമായിട്ടോ കണക്കാക്കാനുള്ള ബുദ്ധി എന്നുള്ളത് വലിയ രീതിയിൽ അബദ്ധത്തിലേക്ക് നയിക്കും. അത് ഒരു തലതിരിഞ്ഞ ലോജിക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രണ്ട് ആർഗ്യുമെന്റ്: ഒന്ന്, ഇത് വിശാലമായൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്, അത് BJP അധ്യക്ഷന്റെ വരവുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റ് ഒരുക്കിയ സാഹചര്യമൊരുക്കി. രണ്ട്, ഇത് തെലങ്കാന ഡൽഹി മോഡലിലുള്ള ഒരു കളമൊരുക്കലാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി ഹൈക്കോടതിയുടെ ഓറൽ ഡയറക്ഷനെ മറികടന്ന് SFIO ഇങ്ങനൊരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയതും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും വ്യക്തമായ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവോട് കൂടിയാണ്. 4, ഇതിൽ വലിയ അസംബന്ധമാണ് AMCയുടെ പേരിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നാവശ്യപ്പെടുന്നത്. ഇതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. Meet the editors.